ഇത് നമ്മൾക്ക് അയല 2 അയല വാങ്ങിയിട്ടുണ്ട്. അത് മാങ്ങ ഇട്ടിട്ട് ഒരു പീര വയ്ക്കാം. പീര തെക്ക് ഭാഗങ്ങളിലുള്ളവർക്ക് ഇതേ കറിയിനെ പറ്റി അറിയും. പക്ഷേ ഇടഭാഗത്തും എറണാകുളം, ഇടുക്കി, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട് അങ്ങനെയുള്ള ജില്ലകളിലൊന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആർക്കും അറിയത്തില്ല. പീര വയ്ക്കുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത്. പീര വയ്ക്കാൻ ഒരു മാങ്ങ ഞാൻ ചെത്തി, തോല് കനമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ തോല് കളയാൻ പാടില്ല. ഞാൻ മേടിച്ച മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ തോല് ചെത്തി. പിന്നെ കുറച്ച് പഴുത്ത പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. മീനതാ നേരെയാക്കി വെച്ചു. പിന്നെ തേങ്ങ, അരമുറി തേങ്ങ പീര വെച്ചിട്ടുണ്ട്. അതിലൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി കാശ്മീരി മുളക്, പച്ചമുളകിൻ്റെ എരിവുണ്ടാകും. എന്നിരുന്നാലും ഒരു ലേശം കാശ്മീരി പൗഡറും കൂടി ഒരു നിറത്തിന് വേണ്ടി നമ്മൾ ഇടുകയാണ്. ഒരു 1/2 സ്പൂൺ ഇട്ടു. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇടുകയാണ്. ഉലുവാപ്പൊടി ഇട്ടു. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഞെരടുകയാണ്. വേപ്പില, വേപ്പിലയും കൂടി ഇട്ടു. ഇത് മാങ്ങയിലേക്ക് ഇടുന്നു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം മതി. അതിൻ്റെ കൂടെ നമ്മൾ മീനും കൂടി ഇടുകയാണ്. ചിലർ വേണമെങ്കിൽ ഒരു ലേശം മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. എനിക്ക് മല്ലിപ്പൊടി ഗ്യാസ് കയറും, അത് കാരണം മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇട്ടിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. അടുപ്പ് കത്തിച്ചു, ചട്ടിയിൽ വെച്ചു. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. അവിടെ ലേശം നേരം ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ. ഞാൻ നോക്കാം, തിളച്ചു തുടങ്ങി. മൂടിയാകാനുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്നു. പാകത്തിന് ഉപ്പുമൊക്കെ ഉണ്ട്, ഉപ്പുണ്ട്. പുളി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാങ്ങയല്ലേ, മാങ്ങ ചേർക്കുമ്പോൾ പുളി ചേർക്കാൻ പാടില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതും പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ മുഴുവനായിട്ടിടരുത്, കുറച്ചേ ഇടാവൂ, പുളി കൂടിപ്പോകും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
എല്ലാവരും ശ്രമിച്ച് നോക്കണം കേട്ടോ. ഒരു തരത്തിൽ മാത്രം നമ്മൾ മീൻകറി വെച്ചാൽ ശരിയാവില്ല. പലതരത്തിലുള്ള കറികൾ വെക്കാൻ എനിക്കറിയാം. അതിലൊരു കറി ഒന്നാണിത്. ഇതിന് മുമ്പ് പല കറികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ അതിലേതാണ് ടേസ്റ്റ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് തിരഞ്ഞെടുക്കുക. ഇനി അത് തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതാണ് അയല പീര, മീൻ പീര അല്ലെങ്കിൽ അയലപ്പീര എന്നൊക്കെ പറയും.